ഈ ബോക്സ് കാണുമ്പോൾ തന്നെ മിക്കവാറും ആളുകൾക്ക് പിടികിട്ടിട്ടുണ്ടാവും ഇതെന്താ സാധനം എന്നുള്ളത്. ഈ ലോഗോ എവിടേക്കോ കണ്ടു മറന്ന പോലെ തോന്നുന്നില്ലേ? ഇനി അറിയാത്ത ആളുകൾക്കായിട്ട് ഇത് ലാർക്ക് M2 എന്ന് പറയുന്ന ഹോളി ലാൻഡിൻ്റെ ഒരു വയർലെസ് മൈക്കാണ്. ഇന്ന് മിക്കവാറും കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു വയർലെസ് മൈക്ക് തന്നെയാണ്. നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വയർലെസ് മൈക്കാണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചതാണ്. എന്തായാലും ഇന്നത്തെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് 3 രീതിയിലാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സി പോർട്ട് വഴി മൊബൈലിൽ കണക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ് പോർട്ട് വഴി ഐഫോൺ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതിയിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ 3 സാഹചര്യങ്ങളിലല്ലാതെ നമുക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ കടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമൊക്കെ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉപയോഗിക്കുന്നത് ഒരു മൊബൈലായിരിക്കാം. അതിനുശേഷമാണ് ക്യാമറയിലേക്ക് അപ്ഡേറ്റ് ആവുന്നത്. ഇനി ഏത് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാലും അതിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വയർലെസ് മൈക്ക് തന്നെയാണിത്. ഇതിൽ നമുക്ക് 2 ട്രാൻസ്മിറ്റേഴ്സും ഒരു റിസീവറുമാണ് വന്നിട്ടുള്ളത്. ഒരു റിസീവർ എന്ന് പറയുമ്പോൾ ക്യാമറയ്ക്ക് ഉപയോഗിക്കാൻ ഒന്നുണ്ട്, അതേപോലെ സി പോർട്ടിൽ ഉപയോഗിക്കാൻ ഒന്നുണ്ട്, ലൈറ്റിംഗ് പോർട്ടിൽ ഉപയോഗിക്കാൻ മറ്റൊന്നുണ്ട്. എന്തായാലും ഒരു സമയത്ത് നമുക്ക് ഒന്നേ ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വരാറുള്ളൂ എന്നല്ല, നമുക്കൊരു റിസീവറെ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് ആണ് സാഹചര്യം നോക്കിയിട്ട് അതിനനുസരിച്ച് റിസീവർ, മൊബൈലാണെങ്കിൽ മൊബൈലിനുള്ള റിസീവർ, അതല്ല ക്യാമറയാണെങ്കിൽ ക്യാമറയിലുള്ള റിസീവർ, അങ്ങനെയാണല്ലോ വയർലെസ് മൈക്കുകളൊക്കെ ഉപയോഗിക്കാറ്. എന്തായാലും ഇന്ന് ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു അക്ഷയ ഖനി പോലെയാണ് തോന്നിയത്. എടുക്കും തോറും ഓരോരോ സാധനങ്ങൾ ബോക്സിനുള്ളിലുണ്ട്. കാരണം ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് 12,000 രൂപയ്ക്കാണ്. അതിൽ 8,000 രൂപയാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി ഞാൻ ക്രെഡിറ്റ് കാർഡിൽ റിവാർഡ് പോയിന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ റിഡീം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു 12,000 രൂപയ്ക്ക് ഉള്ളൊരു മൈക്കിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ഇതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് മുന്നേ ഞാനൊരു മൈക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് 4,000 രൂപയുടേതാണ്. അതിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിൽ അതിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, കൂടുതൽ സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ചെയിനായിട്ട് കഴുത്തിൽ ഇട്ടിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു ലോക്കറ്റ് പോലെ മൈക്ക് അവിടെ ഇങ്ങനെ കിടന്നോളും, പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല. മറ്റേ നമ്മളൊരു മൈക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സാധനം ഇങ്ങനെ നമുക്ക് ഒന്നെങ്കിൽ നമ്മളെ നെഞ്ഞത്ത് ഇങ്ങനെ കിടക്കുന്ന പോലെ ഉണ്ടാവും. അത് ഷർട്ടാണെങ്കിൽ അല്ലെങ്കിൽ ബനിയനൊക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് തൂങ്ങി കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അത് നമുക്കൊരു ബോറായിട്ട് നിൽക്കും. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കാറുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ ക്യാപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ കുടുക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓരോ പ്രാവശ്യം കൈയിടുന്ന സമയത്തും ഓരോന്ന് കിട്ടുന്നുണ്ട്. ഇത് ക്യാമറയുടെ കേബിളാണ്, അതായത് ക്യാമറയുടെ റിസീവർ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഇതിൽ വരുന്ന മറ്റൊരു സാധനമാണ് നമ്മുടെ ഡെഡിക്കേറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല. എന്തായാലും ഇത് ചാർജിങ് കേബിളാണ്. സാധാരണഗതിയിൽ മൈക്കുകളൊക്കെ വരുന്ന സമയത്ത് ഡെഡിക്കേറ്റ് കാണാറുണ്ട്, അതാണ് ഞാൻ അങ്ങനെ തിരഞ്ഞു നോക്കിയത്. പക്ഷേ ഇതിൽ ഡെഡിക്കേറ്റ് ഒന്നും കിട്ടിയില്ല. എന്തായാലും ഇതുപോലെ ഒരു കവറുള്ളത് നല്ലതാണ്, കാരണം സാധനങ്ങളെല്ലാം കൂടെ അതിൽ വാരിയിട്ട് കൊണ്ടുപോകാമല്ലോ. കാരണം ഇത്രയധികം സാധനങ്ങളുണ്ട്, എന്തായാലും ഒരു കവർ അത്യാവശ്യം തന്നെയാണ്. അത് അവർ കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു റിസീവറിനും, അതായത് ക്യാമറയുടെ ഒരു റിസീവറിനും 2 മൈക്കും വയ്ക്കാനുള്ള സൗകര്യം നമ്മുടെ ബോക്സിൽ തന്നെ ഉണ്ട്, ചാർജിങ് ബോക്സിൽ തന്നെ ഉണ്ട്. ആ ബോക്സ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യാനും കൂടി പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു പവർ ബാങ്ക് പോലത്തെ ഒരു സംവിധാനം തന്നെയാണ് ആ ബോക്സ്. അപ്പോൾ അതിലുള്ള സൗകര്യമുണ്ട്. മറ്റെല്ലാതും കൂടി ഇങ്ങനെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും, കാരണം വെച്ചാൽ അതിനുള്ള സൗകര്യം ബോക്സിലില്ല. ഈ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പറ്റിച്ചതാണ്, പക്ഷേ ആ സംഭവം പറ്റിച്ചതല്ല കേട്ടോ. വി ആർ ഹിയർ ഫോർ യു, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടച്ച്, ഇമോജി, പിന്നെ ഇതൊക്കെ എൻ്റെ നോക്കിയ സംഭവമാണ്. ഇത്രയും സാധനമുണ്ട്. ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്നത് USB-C, ലൈറ്റ്നിങ് കേബിള്, ചാർജിങ് കേസ്, വിൻഡ് സ്ക്രീൻ, 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. ചാർജിങ്, ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന കേബിള്, ബ്ലാക്ക് ക്ലിപ്പ് മാഗ്നറ്റ്, പിന്നെന്താ നെക്ലേസ്, അതും കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്കറുണ്ട്, ക്വിക്ക് ഗൈഡ് ഉണ്ട്, വാറണ്ടി കാർഡുണ്ട്, ബാഗുണ്ട്. സെറ്റാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഡെഡിക്കേറ്റ് മാത്രം എവിടെയെന്നുള്ള ഒരു ഐഡിയ ഇല്ല, സാധനം കാണുന്നില്ല. നടക്കട്ടെ.
ഡെഡിക്കേറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, അവർ പറ്റിച്ചിട്ടില്ല. സംഭവം ഇത് അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, ഒരു അക്ഷയഖനി പോലെ തന്നെയാണ്. എത്ര എടുത്താലും ഓരോരോ സാധനങ്ങൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ 2 ഉണ്ട്, ഒന്നല്ല 2 ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം നോക്കിയ സമയത്ത് കിട്ടിയില്ല. എന്തായാലും സംഭവമുണ്ട്, കാരണം ഇത് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. നമ്മൾ ഈ വിൻഡൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ സംഭവം വേണം. എന്തായാലും സാധനം അടിപൊളിയാണ്. ഇതിനുള്ളിൽ ഇതാ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെ താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. എന്തായാലും സംഭവം പൊളിയാണ്. ഇതിലിപ്പോൾ ചാർജിങ് നമുക്കിതാ എത്ര ചാർജ് ഉണ്ട് എന്നുള്ളത് 1 2 3 4 ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും എന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ടാണ് 2 ടിക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇത് ചാർജ് ആയിട്ടുണ്ട്, പക്ഷേ ഇത് ഫുള്ള് ചാർജ് ആയിട്ടില്ല. ഇതായിരിക്കുന്ന തോന്നുന്നു. എന്തായാലും കുറച്ച് കാലമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഫിനിഷിങ് DJനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ നല്ല ഫിനിഷിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ DJയും ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇതിനൊരു 12,000 രൂപയ്ക്ക് എടുത്തപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 4,000 രൂപ റിവാർഡ് പോയിന്റ് ഉണ്ടായിരുന്നു. ബാലൻസ് എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തു. DJയുടെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 24,000 25,000 രൂപ വരുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്കിപ്പോൾ ഇത് കോംബോ പാക്കാണ്. ഇതിൽ മൊബൈൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാമറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ലൈറ്റ്നിങ് കേബിൾ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് സാധനം ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഈ നെഞ്ഞത്തിരിക്കുന്ന ഇത്രയും വലിയ സാധനമാണ് ഇത്ര കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആളെ കുറ്റം പറയാനൊന്നും പറ്റില്ല, നല്ല അടിപൊളി സംഭവം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ എടുത്ത സമയത്ത് ഒരു മിസ്റ്റേക്ക് വന്നു. ഇതിൻ്റെ കേബിൾ കണക്ട് ചെയ്ത സമയത്ത് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നീട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കമൻറ്റും വന്നിട്ടുണ്ട് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയിട്ട് പുതിയൊരെണ്ണം എടുക്കാൻ വിചാരിച്ചത്. ഇനി കുറച്ച് കാലം ഇതിനൊരു റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് 3ാമത്തെ തവണയുള്ള പരീക്ഷണമാണ്. ഇനി ഓടാൻ വയ്യ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഐഫോണിൻ്റെ ലൈറ്റ്നിങ് പോർട്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് 3ാമത്തെ ട്രൈ ആണ്. ഈ കയറ്റ് 3 പ്രാവശ്യമായി ഞാൻ കയറണം. എന്തായാലും ഇതൊക്കെ നോക്കാം. ഇപ്പോഴൊക്കെ നേരത്തിൻ്റെ ശബ്ദം ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം ഏത് ഡിസ്റ്റൻസ്. ബൈക്കിലൊക്കെ നോക്കി പോകുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 2 3 1 2 3 1 2 3. എന്തായാലും നമുക്ക് ഇവനൊരു 300 മീറ്റർ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അത് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഒരു 80 മീറ്റർ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കയറ്റത്തിൽ നിന്നിട്ടാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് സ്ട്രൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ എന്തായാലും 300 കൂടുതൽ മീറ്റർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കയറ്റത്തിൽ പോലും നമുക്ക് എന്ത് ചെയ്യണില്ല, അതിൽ വോയിസ് നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അത് കയറി പോകുന്ന സമയത്ത് ഒരു കിതപ്പുണ്ടായതുകൊണ്ടും ഇടയ്ക്ക് അതിന് ബാരിയേഴ്സൊക്കെ വരുന്നതുകൊണ്ടാണ് സൗണ്ടിന് ഇഷ്യൂ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും മുകളിലെത്തി നോക്കിയപ്പോൾ കൃത്യമായിട്ട് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം 300 മീറ്റർ എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കേണ്ടവർക്കൊക്കെ വാങ്ങിക്കാം. ഇത് ഹോളി ലാൻഡ് എന്നാണ് കമ്പനിയുടെ പേര്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ചാർജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തുറന്ന് അടയ്ക്കുന്ന സമയത്ത് ഇത് ഫുൾ ചാർജാണ്. ഇനി നമുക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ പറ്റും, ഇതൊക്കെ ഫുൾ ചാർജായി നിൽക്കുകയാണ്. പിന്നെ ഒരു മൈക്ക് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് അത് ഇതിലില്ല. അപ്പോൾ ഇത് 2 വെക്കാനുള്ള സ്പേസാണ് ഇതിലുള്ളത്. മറ്റ് ഇതേപോലെയുള്ള റിസീവർ ഉണ്ട്, അതായത് USB പോർട്ടും ലൈറ്റിംഗ് പോർട്ടും. അത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഒരു കവർ തന്നിട്ടുണ്ടല്ലോ, അതിലിട്ട് തന്നെ കൊണ്ടുപോകണം. എന്തായാലും സാധനം അടിപൊളിയാണ്. ഞാൻ ഹാപ്പിയാണ് ഈ പ്രൊഡക്റ്റിൽ.